Hi my dear students, once again welcome back to trigonometry functions. Trigonometry functionsന്റെ ഇന്നത്തെ പുതിയ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് trigonometry functionsന്റെ ചില പുതിയ ഐഡന്റിറ്റികളാണ്. വളരെയധികം ആപ്ലിക്കേഷൻസ് ഉള്ള നിങ്ങൾ ഹയർ സ്റ്റഡീസിനും ഒക്കെ പോകുമ്പോൾ ഒത്തിരിയധികം ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ചില ഐഡന്റിറ്റി ഒന്നിലധികം ഐഡന്റിറ്റികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലൊരു ഐഡന്റിറ്റിയിലേക്ക് പോകാം. Trigonometry functions of sum and difference of two angles. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആംഗിളിൽ നമ്മൾ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ അടുത്ത ആംഗിൾ വൈ, രണ്ട് ആംഗിൾ ഉണ്ട്. ഇതിൻ്റെ സം എക്സ് പ്ലസ് വൈ ആൻഡ് ഡിഫറൻസ് മീൻസ് എക്സ് മൈനസ് വൈ. ഇപ്പോൾ ഒന്ന് എക്സ് പ്ലസ് വൈ വരാം, അടുത്തത് എക്സ് മൈനസ് വൈ വരാം. ഇതാണ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ്. ഇതിൽ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോസ് എക്സ് പ്ലസ് വൈ, cos x minus y, sin x plus y, sin x minus y, tan വരാം, tan x plus y, tan x minus y, ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ അതിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, അതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ cos x plus yയുടെ ആ ഒരു ഫോർമുലയിലേക്ക് നമുക്കൊന്ന് പോകാം. cos x plus yയുടെ ഫോർമുല നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം cos x plus y. അപ്പോൾ cos x plus y, അതിനായി ഞാൻ ഒരു യൂണിറ്റ് സർക്കിൾ എടുക്കുകയാണ്. ഇവിടെ നമുക്കൊരു യൂണിറ്റ് സർക്കിൾ നമ്മുടെ ഫിഗറിൽ കാണാൻ സാധിക്കും. ഈ സർക്കിളിൻ്റെ റേഡിയസ് ഇതാണ്, മീൻസ് ഒ എ എന്നുള്ള സെൻറ്റർ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഒ എ എന്നുള്ളതാണ് അതിൻ്റെ റേഡിയസ്. ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്, അതുകൊണ്ടാണ് അതിനെ യൂണിറ്റ് സർക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഞാനതിൽ ഒരു പോയിന്റ്, വേറൊരു പോയിന്റ് എടുക്കുകയാണ്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ്. അപ്പോൾ ഒ ബി എന്നുള്ള ആ ലൈൻ സെഗ്മെന്റ് ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ലൈൻ സെഗ്മെന്റ് ഈ ഒ എന്നുള്ള പോയിന്റ് എ ഒ ബി, ഈ ആംഗിൾ ഞാൻ എക്സ് എന്ന് വിളിക്കാം, എക്സ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ ഇത് എക്സ് ആണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഇതിന്റെ കോർഡിനേറ്റിനെ നമുക്ക് എക്സ് ആണെങ്കിൽ, ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ കോർഡിനേറ്റ് എന്ത് വരും? കോസ് എക്സ് സൈൻ എക്സ് അല്ലേ. ഇനി ഞാൻ വേറൊരു പോയിന്റ് എടുക്കുകയാണ്, പി എന്നുള്ളൊരു പോയിന്റ്. അപ്പം ഇത് ഒ പി എന്നുള്ളതിൻ്റെ വീണ്ടും റേഡിയസ് ആണ്. ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ വൈ എന്ന് എടുക്കുക, വൈ എന്നുള്ളൊരു ആംഗിൾ. ഓക്കെ, അപ്പോൾ ബി ഒ പി എന്ന് പറഞ്ഞ ഈ ആംഗിളാണ് വൈ. അപ്പോൾ ശരിക്കും ഈ ഒരു കോർഡിനേറ്റ്, അതായത് പി എന്നുള്ളതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതായത് ഇവിടം വരെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എ ഒ പി എന്ന് പറയുന്നത് ഈ എക്സും ഈ വൈയും കൂടെ കൂടുന്ന, വൈ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്, ഈ റെഡ് കളറിൽ നോട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ആംഗിൾ മാത്രമാണ്. ഇതും കൂടെ കൂടുമ്പോൾ നമുക്ക് ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ പി എന്നുള്ളതിൻ്റെ കോർഡിനേറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? അപ്പോൾ ഇതുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് എക്സും ഇത് വൈയുമാണ്. അപ്പോൾ അത് എക്സും ഇത് വൈയും ആയതുകൊണ്ട് ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ വരും. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് കോസ് എക്സ് പ്ലസ് വൈ വരും, വൈ കോർഡിനേറ്റ് സൈൻ എക്സ് പ്ലസ് വൈ വരും അല്ലേ. ഇപ്പോൾ പി എന്നുള്ളതിന്റെ കോർഡിനേറ്റ് ഈ ഇവിടുന്ന് മൊത്തമുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് കോസും വൈ കോർഡിനേറ്റ് സൈനും വരും. സോ കോസ് എക്സ് പ്ലസ് വൈ സൈൻ എക്സ് പ്ലസ് വൈ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഒരു ആംഗിൾ എടുത്തു, എക്സ് എടുത്തു, ഇത് വൈ എടുത്തു. വൈ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല, ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല, ബി ഒ പി എന്ന് പറഞ്ഞ ഈ ആംഗിളാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു പോയിന്റ് എടുത്തിരിക്കുകയാണ്, ക്യൂ. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട് എ ഒ ക്യൂ എന്ന് പറഞ്ഞ്. അതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അതേ തന്നെ മാഗ്നിറ്റ്യൂഡുള്ള, അതായത് വൈ തന്നെ മാഗ്നിറ്റ്യൂഡും ബട്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റുമായിട്ടുള്ള ഒരു ആംഗിളാണ്. അപ്പോൾ അത് മൈനസ് വൈ എന്ന് വിളിക്കാം അതിനെ. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ മൈനസ് വൈ ആണ്. അതിൻ്റെ അർത്ഥം ഇതും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, ബട്ട് ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മൈനസ് വൈ എന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഈ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ മൈനസ് വൈ ആണ്. അപ്പോൾ ആദ്യത്തത് കോസ് മൈനസ് വൈ സൈൻ മൈനസ് വൈ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ, അതായത് ഈ ഒരു ആംഗിള്, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുവാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ വരും അല്ലേ. ഈ ഒരു ആംഗിൾ എക്സ് മൈനസ് വൈ വരും. ഈ ആംഗിൾ എക്സ്, ഈ ടോട്ടൽ ആംഗിൾ എക്സ് പ്ലസ് വൈയും വരും. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ഇനി ഞാൻ ഈ ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്യാം. അതായത് എ പി എന്നുള്ള ഈ ലൈൻ ഒന്ന് ജോയിൻ ചെയ്യാം. ഈ സർക്കിളിലെ ഒരു കോഡാണല്ലോ, കോഡാണ് എ പി. അതുണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. ദെൻ അടുത്ത ഒരു കോഡും കൂടെ ജോയിൻ ചെയ്യാണ്. ഇത് എക്സ് മൈനസ് വൈ എന്നുള്ള സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന ബി ക്യൂ എന്ന് പറയും. അപ്പം ഇത് രണ്ട് സെൻറ്റർ ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആണ്, റേഡിയസ് രണ്ടിനും സെയിം ആണ്. അതുകൊണ്ട് ഈ ഒരു ട്രയാങ്കിൾസ് രണ്ടും അതാ ഈ ഒരു ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലെ. അപ്പോൾ ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണ്. അതുകൊണ്ട് അതിന്റെ സൈഡുകൾ തമ്മിലുള്ള ലെന്ത് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു സൈഡ് ഇത് രണ്ടും സെയിം ആണ്, കാരണം അത് റേഡിയസ് ആണ്. ഇവിടെയും ഇത് രണ്ടും സെയിം ആണ്, റേഡിയസ് ആണ്. പിന്നെ വരുന്ന ഈ പി എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും ബി ക്യു എന്ന് പറഞ്ഞതും സെയിം ആയിരിക്കും. പി എ ഇസ് ഈക്വൽ ടു ബി ക്യു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അതാണ്, പി എ ഇസ് ഈക്വൽ ടു ബി ക്യു. പി എ ഇസ് ഈക്വൽ ടു ബി ക്യു എന്നാ കിട്ടുക. ഇനി പി എ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. പി എന്ന് പറഞ്ഞതിന്റെ കോർഡിനേറ്റ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് 1 0 ആണല്ലോ. കോസ് 0 സൈൻ 0. കോസ് 0 എന്ന് പറഞ്ഞാൽ 1ഉം സൈൻ 0 എന്ന് പറഞ്ഞാൽ 0യുമാണ്. അപ്പൊ പി എ ഈസ് ഈക്വൽ ടു ബി ക്യു. പി എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഗറിലേക്ക് ഒന്നും കൂടെ നോക്കാം. പി എ ഇതാണ് പി എ, ഇതാണ് ബി ക്യു. അപ്പോൾ നമ്മളിലേക്ക് പി എ ഈസ് ഈക്വൽ ടു ബി ക്യു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പി എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാലും ബി ക്യുവിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. ഓക്കെ, പി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ക്യു സ്ക്വയർ. ഇനി പി എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പി എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതാണ് പി എ, ഇത് എ. അപ്പോൾ x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് വരുമ്പോൾ കോസ് എക്സ് പ്ലസ് വൈ മൈനസ് x2 മൈനസ് x1 1 the whole square plus y2 minus y1 that is sin x plus y minus 0 the whole square is equal to bq. b എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഗറിലുണ്ട്. b എന്ന് പറഞ്ഞാൽ cos x sin x, q എന്ന് പറഞ്ഞാൽ cos minus y sin minus y. ഓക്കെ, അപ്പോൾ ഇത് x2 minus x1 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ cos x മൈനസ് cos, ഇവിടെ നമ്മൾ y എന്ന് പറഞ്ഞാൽ മൈനസ് വൈ ആണ്. സോ കോസ് മൈനസ് വൈ. അപ്പോൾ x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദാറ്റ് ഈസ് sin x മൈനസ് sin മൈനസ് y ദി ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല വെച്ച്. സോ a square that is cos square x plus y minus 2ab minus 2 times cos x plus y into 1 plus b square that is 1 plus ഇത് sin x plus y minus 0 ആണ്. അപ്പോൾ sin x plus y എന്ന് തന്നെ വരും. അപ്പോൾ sin square x plus y എന്ന് വരും is equal to, ഇനി റൈറ്റ് സൈഡ് ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. cos square x മൈനസ് 2, ഈ കോസ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് കോസ് വൈ തന്നെയാണ്. അപ്പോൾ 2 കോസ് എക്സ് കോസ് വൈ പ്ലസ് കോസ് സ്ക്വയർ വൈ. ഓക്കെ, പ്ലസ് ഇനി ഇത് എ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് മൈനസ്, ഇത് നമുക്കറിയാം സൈൻ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് വരും? മൈനസ് ഓഫ് സൈൻ വൈ എന്ന് വരും. അപ്പൊ ഇത് ആ മൈനസ് ഓഫ് സൈൻ വൈ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഇത് പ്ലസ് ആവും. അപ്പം ഇത് ഇങ്ങനെയാവും. അപ്പോൾ സൈൻ സ്ക്വയർ വൈ എന്നാവും പ്ലസ് 2 സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ ഓക്കെ, ഇനി നമുക്കിതൊന്ന് അനലൈസ് ചെയ്യാം. ഇത് കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ഉണ്ട്, ഇവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് വൈ ഉണ്ട്. അപ്പോൾ നമുക്ക് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ ഈസ് 1 എന്ന് വരും. സോ 1 ഓൾറെഡി ഒരു 1 ഉണ്ട് ഇവിടെ. 1 മൈനസ് 2 കോസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞു. കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് വൈ 1 എന്നായി. ആ 1ഉം ഈ 1ഉം കൂടെ ആണ് എഴുതിയേക്കണേ. മൈനസ് 2 കോസ് എക്സ് വൈ.
ഇനി ഇവിടെ ഒരു കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, അത് നമുക്കറിയാം 1 ആണ്. ഇവിടെ ഒരു കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ ഉണ്ട്, അതും നമുക്കറിയാം 1 ആണ് അല്ലെ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഫോർമുല വെച്ചിട്ട് ഇനി ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പിന്നെ ഉള്ളതാണ് -2 കോസ് എക്സ് കോസ് വൈ പ്ലസ് 2 സൈൻ എക്സ് സൈൻ വൈ. ഈ 1 + 1 ഇവിടെയുണ്ട്, അത് കട്ടായി പോക്കോളൂ. അപ്പൊ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? -2 കോസ് എക്സ് പ്ലസ് വൈ വേണമെങ്കിൽ ഒരു -2 ഇങ്ങ് പുറത്തെടുക്കാം. അപ്പൊ നമുക്ക് കോസ് എക്സ് കോസ് വൈ, കാരണം -2 പുറത്തെടുത്ത്, ഇനി ഇവിടുന്ന് 2 ഉണ്ട്, അപ്പൊ മൈനസും കൂടെ പുറത്തോടെ ഇവിടെ മൈനസ് വരും, സൈൻ എക്സ് സൈൻ വൈ എന്ന് വരും. -2 കട്ട് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് കോസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്നൊരു ഫോർമുല കിട്ടി. ഇതാണ് നമുക്ക് പഠിക്കേണ്ട ഒന്നാമത്തെ സെറ്റ് ഫോർമുല, സമ്മിന്റെ ഫോർമുല. കോസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫോർമുലയാണ് കോസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു. ഇത് നമ്മൾ എപ്പോൾ ചോദിച്ചാലും നമുക്ക് പറയാൻ റെഡി ആയിരിക്കണം. ഡെറിവേഷൻസ് അത്ര എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പക്ഷേ ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഡെറിവേഷൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇനി അടുത്തതെല്ലാം കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഒറ്റ ഡെറിവേഷൻ്റെ ആവശ്യമുള്ളൂ. ഈ ഡെറിവേഷൻ തന്നെ നമുക്ക് റിഡക്ഷൻ ഫോർമുല ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ എഴുതിയേക്കുന്ന ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫോർമുല. ഓക്കെ, സമ്മിന്റെ ഫോർമുലയാണ്. ഓക്കെ മക്കളെ, ഇനി ഇത് ഉപയോഗിച്ച് എനിക്ക് കോസ് എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാം. ഇപ്പൊ ഞാൻ ഈ വൈക്ക് പകരം ഞാൻ -y കൊടുക്കാന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് പ്ലസ് -y ആവും. y ഉള്ളിടത്തെല്ലാം -y കൊടുക്കാം. അപ്പൊ ഇവിടെയും അത് തന്നെ കൊടുക്കണമല്ലോ. കോസ് എക്സ് കോസ് -y മൈനസ് സൈൻ എക്സ് സൈൻ -y. അത് നമ്മൾ ചെയ്തത്രേ ഉള്ളൂ. y എല്ലാം മൈനസ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ ഇതെനിക്ക് എന്താവും? കോസ് എക്സ് പ്ലസും മൈനസും കൊണ്ട് മൈനസ് എന്നാവും, ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് മൈനസ് വൈ ഈസ് കോസ് മൈനസ് എക്സ് ഈസ് കോസ് എക്സ്. സോ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് ഉണ്ട്, സൈൻ മൈനസ് വൈ. സൈൻ മൈനസ് വൈ ഈസ് മൈനസ് സൈൻ വൈ ആണ്. ആ മൈനസും കൂടെ ഇങ്ങോട്ട് പോരുമ്പോൾ അത് പ്ലസ് ആവും. ഓക്കെ, സോ സൈൻ എക്സ് സൈൻ വൈ. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ഫോർമുല. ഒന്നാമത്തെ ഫോർമുല കോസ് എക്സ് പ്ലസ് വൈ is equal to cos x cos y minus sin x sin y. Then രണ്ടാമത്തെ ഫോർമുല cos x minus y, that is cos x cos y. ഇവിടെ പ്ലസ് വരുവാണെങ്കിൽ നടുക്ക് മൈനസ് വരും, മൈനസ് വരുവാണെങ്കിൽ പ്ലസ് വരും. അപ്പൊ അതാണ് നമ്മുടെ ഈ ഫോർമുലയുടെ പ്രത്യേകത. അപ്പൊ ഇത് രണ്ടും പഠിച്ചോണം. ഒന്നാമത്തത് ഈ ഫോർമുല, രണ്ടാമത്തത് cos x minus y is cos x cos y plus sin x sin y. ഓക്കെ മക്കളെ, അപ്പൊ ഈ രണ്ട് ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി എനിക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ സൈൻ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാം. സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കോസ് 90 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് വൈ ആണ്. കറക്റ്റ് അല്ലേ? കോസ് 90 മൈനസ് എക്സ് ഈസ് സൈൻ എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. കോസ് π/2 മൈനസ് എക്സ് മൈനസ് വൈ എഴുതാം. ഇപ്പം ഈ മൈനസ് ഈ ബ്രാക്കറ്റ് അങ്ങ് മാറ്റി ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇത് കോസ് എക്സ് മൈനസ് വൈയുടെ ഫോർമുലയായി. ഇത് നമ്മൾ എക്സ് എന്നും ഇതിനെ നമ്മൾ വൈ എന്നും വിളിച്ചാൽ ഇത് കോസ് എക്സ് മൈനസ് വൈയുടെ ഫോർമുലയായി. അപ്പോൾ നമുക്ക് ആ ഫോർമുല നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്ക് അപ്ലൈ ചെയ്യാം. കോസ് എക്സിൻ്റെ സ്ഥാനത്ത് π/2 മൈനസ് എക്സ് വരും. കോസ് എക്സ് കോസ് വൈ പ്ലസ് ഈ പ്ലസ് സൈൻ എക്സിന്റെ സ്ഥാനത്ത് π/2 മൈനസ് എക്സ് വരും. വൈയുടെ സ്ഥാനത്ത് അങ്ങനെ തന്നെ മാറ്റമില്ല. ദാറ്റ് ഈസ് cos 90 മൈനസ് എക്സ്. cos 90 മൈനസ് എക്സ് നമുക്കറിയാം സൈൻ എക്സ് ആണ്. സോ സൈൻ എക്സ് കോസ് വൈ പ്ലസ് സൈൻ 90 മൈനസ് എക്സ് കോസ് എക്സ് ആണ്. സോ കോസ് എക്സ്
sin y. So that is the formula sin x plus y. This is the third formula. Okay. അപ്പോൾ cos x plus y cos x minus y വന്നാൽ ഫസ്റ്റ് ടൈം cos x cos y, രണ്ടാമത്തെ ടൈം sin x sin y ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. sin x plus y വന്നാൽ sin x ഉം cos y ഉം, പിന്നെ അടുത്തത് cos x ഉം sin y ആണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് ഒന്ന് പോകാം. sin x minus y ലേക്ക് പോകാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ sin x minus y കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്ലസ് വൈക്ക് പകരം ഒന്ന് മൈനസ് വൈ കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ കൊടുക്കണം. sin x y ഉള്ളിടത്തെല്ലാം മൈനസ് വൈ കൊടുക്കുക. പ്ലസ് cos x y ഉള്ളിടത്തെല്ലാം മൈനസ് വൈ. That is sin x. But we know cos minus theta is cos theta. So it is cos y എന്ന് തന്നെ വരും. Then ഇവിടെ ഒരു sin minus y ഉണ്ട്. That is minus sin y എന്ന് വരും. മൈനസ് നടക്കൊണ്ടുവാണെങ്കിൽ നമുക്ക് cos ആദ്യം എഴുതിയേക്കാം. cos x sin minus y is minus sin y. കണ്ടോ? അപ്പോൾ നമുക്ക് sin x minus y യുടെ ഫോർമുലയായി മാറി. sin x minus y is equal to sin x cos y minus cos x sin y. അപ്പോൾ നമ്മൾ 4 ഫോർമുലയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. അപ്പോൾ നമ്മുടെ 4 ഫോർമുലയും ആയിട്ടുണ്ട്. cos x plus y cos x cos y minus sin x sin y. cos x minus y cos x cos y plus sin x sin y. അപ്പോൾ രണ്ടിൻ്റെയും ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേംസും ഒരുപോലെയാണ്. cos x cos y sin x sin y. ഇവിടെയും cos x cos y sin x sin y. ആകെയുള്ള വ്യത്യാസം കോസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെ മൈനസ് വരും, ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ പ്ലസ് വരും. ഓക്കെ. ദെൻ സൈൻ വരുമ്പോൾ സൈനും കോസും വരും. sin x plus y sin x cos y പ്ലസ് cos x sin y. ഇവിടെയും sin x cos y cos x sin y. നടുക്ക് വരുന്ന സൈൻ ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെ വരും, മൈനസ് ആണെങ്കിൽ മൈനസ് തന്നെ വരും. അത് സൈനും sin x plus yക്കും sin x minus yക്കും ഇവിടുത്തെ ഈ സെൻട്രലിലെ സൈൻ ഇവിടുത്തെ സൈൻ പോലെ തന്നെ ഇരിക്കും. പക്ഷേ പ്ലസ് വരും കോസ് വരുവാണെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ വരും. അതാണ് ഈ 4 ഫോർമുലയുടെ പ്രത്യേകത. ഈ 4 ഫോർമുലകൾ നമുക്ക് പ്രൂഫ് അധികം ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പക്ഷെ കിട്ടിയത് എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഫോർമുലകൾ 4 നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. ഈ ഫോർമുല ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിച്ച് tan x plus y tan x minus y നമുക്ക് കണ്ടുപിടിക്കാം. അത് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് തന്നെ വേണമെങ്കിൽ ഇടാം. പക്ഷേ ഈ 4 ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിച്ചു വെച്ചോണം. ഓക്കെ. ഇനി നമുക്ക് tan x plus y എന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് tan x plus y? tan x plus y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം sin x plus y ഡിവൈഡഡ് ബൈ cos x plus y അല്ലേ? യെസ്. sin x plus y യുടെ ഫോർമുല നമുക്കറിയാം. എന്താണ്? sin x cos y പ്ലസ് cos x sin y. ഓക്കെ. ഡിവൈഡഡ് ബൈ cos x plus y യുടെ ഫോർമുല നമുക്കറിയാം. cos x cos y മൈനസ് sin x sin y. നമ്മുടെ രണ്ടിൻ്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ച ഫോർമുല നമ്മൾ റീപ്ലേസ് ചെയ്യും. ഇനി if I am going to divide each terms by cos x cos y. cos x cos y ഉണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് വാല്യൂവിന് വ്യത്യാസം വരില്ല. അപ്പോൾ ഓരോന്നിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ sin x cos y ഡിവൈഡഡ് ബൈ cos x cos y പ്ലസ് cos x sin y divided by cos x cos y whole divided by cos x cos y divided by cos x cos y minus sin x sin y divided by cos x cos y. ഇവിടെ ഈ cos y രണ്ടും കട്ടായി പോക്കോളും, ഇവിടെ cos x കട്ടായി പോക്കോളും, ഇവിടെ എല്ലാ ടേമും കട്ടായി പോകും, ഇവിടെ ഒന്നും കട്ടായി പോകത്തുമില്ല. അപ്പം മിച്ചമുള്ള നമുക്കൊന്ന് എഴുതാം. sin by cos is tan, so tan x plus ഇത് sin y by cos y, that is tan y divided by ഇവിടെ എല്ലാ ടേമും കട്ടായി പോയി, that is 1 വരും, മൈനസ് ഇത് sin x by cos x tan x എന്ന് എഴുതാം
sin y by cos y നെ tan y എന്ന് എഴുതാം. So that is the formula of tan x plus y. ഇത് കിട്ടുന്നത് ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. എങ്ങനെയാണ് tan x plus y യുടെ ഫോർമുല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. sin x plus y by cos x plus y എഴുതി, പിന്നെ sin x plus y യുടെ ഫോർമുല അപ്ലൈ ചെയ്തു, cos x plus y യുടെ ഫോർമുല അപ്ലൈ ചെയ്തു. ഓരോന്നിനും നമ്മൾ cos x cos y കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് ഇത്. ഇത് നമ്മുടെ അഞ്ചാമത്തെ ഫോർമുലയായിട്ട് പഠിച്ചോളാം. അപ്പോൾ നമ്മൾ ഓൾറെഡി sin x plus y sin x minus y പറഞ്ഞു, cos x plus y cos x minus y പറഞ്ഞു. ഇനിയിപ്പോൾ tan x plus y. ഓക്കെ, ഇനി നമുക്ക് tan x minus y യുടെ വാല്യൂ ഇതിനകത്ത് നിന്ന് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് x ഉള്ളിടത്ത് പകരം x മൈനസ് y എന്ന് കൊടുക്കുന്നു. അതായത് ഈ പ്ലസ് വൈക്ക് പകരം മൈനസ് y കൊടുക്കുന്നു. അപ്പോൾ ആ ചേഞ്ചിലെല്ലാം എവിടെയും എല്ലാം വരും. അപ്പോൾ tan x പ്ലസ് tan minus y divided by 1 minus tan x അതുപോലെ തന്നെ tan of minus y. അപ്പോൾ ഇത് എങ്ങനെയാവും? tan x tan minus y is minus tan y, so it is minus tan y divided by 1 minus ഇത് tan x അങ്ങനെ തന്നെ വരും. tan minus y is minus tan y, അപ്പോൾ മൈനസ് ഇങ്ങോട്ട് വന്നിട്ട് പ്ലസ് ആവും. ഇതാണ് tan x minus y യുടെ ഫോർമുല. സോ tan x minus y is ആറാമത്തെ ഫോർമുല നമുക്ക് ഇങ്ങനെ വരാം. ഇത് tan x plus y യുടെ ഫോർമുല, ഇത് tan x minus y യുടെ ഫോർമുല. രണ്ടും ഒരുപോലെയാണ് വരുന്നത്. ഇവിടെ പ്ലസ് ആണെങ്കിൽ നടുക്ക് പ്ലസ് വരും, ഇവിടെ മൈനസ് ആണെങ്കിൽ നടുക്ക് മൈനസ് വരും. tan x plus tan y. ഇവിടെ എന്ത് സൈൻ വരുന്നതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആണ് താഴെ വരും. സോ tan x plus tan y by 1 minus tan x tan y. tan x minus y is tan x minus tan y by 1 plus tan x tan y. അപ്പോൾ നമ്മൾ ഈ 6 ഫോർമുലയാണ് ഡിസ്കസ് ചെയ്തത്. ഈ 6 ഫോർമുലയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ 6 ഫോർമുല കൊണ്ട് നമ്മുടെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് നമ്മൾ പഠിച്ചത് sin x plus y യുടെ ഫോർമുല, sin x minus y യുടെ ഫോർമുല, cos x plus y cos x minus y, tan x plus y tan x minus y. ഇങ്ങനെ 6 ഫോർമുലകളാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് വേണമെങ്കിൽ sec x plus y യും cosec x plus y യും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം sec x plus y എന്ന് പറഞ്ഞാൽ 1 by cos x plus y ആണല്ലോ. അതുപോലെ cot x plus y നമുക്ക് ഉണ്ടാക്കാം 1 by tan x plus y. അങ്ങനെ നമുക്ക് വേണം ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ ഈ 6 ഫോർമുലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ 6 ഫോർമുല നന്നായിട്ട് പഠിച്ചോണം. ഇതുമായി ഇനി നമ്മൾ 3 ഫോർമുലകളുണ്ട്, മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിൾസ് എന്നൊക്കെ പറഞ്ഞ ഫോർമുലകളുണ്ട്. അത് നമുക്ക് ഇതിനകത്താണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ആ ഒരു എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു 6 ഫോർമുല. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ ഫിസിക്സിനകത്തും കെമിസ്ട്രിക്കകത്തും ഒക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വരുന്നതുമാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ പോയി എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ ഒത്തിരി ആപ്ലിക്കേഷനുള്ള ഫോർമുലകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എഴുതി പഠിക്കുക, അത് വീണ്ടും വീണ്ടും പറഞ്ഞു പഠിക്കുക. അങ്ങനെ നന്നായിട്ട് അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.